എന്താ ശ്രീയേട്ടാ? എന്തുവാടി ഇത്? അത് ഇന്നലെ ഒരു ആവേശത്തിൽ കിട്ടിയത്, അഴിക്കാൻ സമയം കിട്ടിയില്ല. അഴിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ പിന്നെ എന്തിനു കിട്ടിയത്? അത് ഇന്നലെ എന്നോട് കള്ളം പറയുമ്പോൾ ചിന്തിക്കണമായിരുന്നു. ഇന്നലെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് ഫ്രണ്ട്സിന്റെ കൂടെ സിനിമയ്ക്ക് പോയതാണോ നിനക്ക് തൂങ്ങാനുള്ള കാരണം? നിങ്ങൾക്ക് അത് ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് തകർന്നുണ്ടേ നിങ്ങളോടുള്ള വിശ്വാസം. അതുമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, മാസത്തിൽ 3 സിനിമയ്ക്ക് പോയാൽ മതി, അല്ല ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിൽ 1 സിനിമയ്ക്ക് പോയാൽ മതി. എല്ലാം തെറ്റിച്ചിട്ടും പിന്നെ എന്നെ പറയുന്ന കേട്ടില്ല. എന്റെ പൊന്നു മാളു, എന്റെ അറിവിൽ 2 കൊല്ലത്തിൽ ഇത് 14ാമത്തെ തവണ നീ കെട്ടുന്നത്. ഇനി അത് അഴിക്കണ്ട, അവിടെ കിടക്കട്ടെ, ആവശ്യം വരും. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ ഞാൻ ഇതിൽ കെട്ടിച്ചോങ്ങി ചാവാത്തതിനാണല്ലേ നിങ്ങൾക്ക് പ്രശ്നം? പറഞ്ഞിട്ട് കാര്യമില്ല. എടി മാളു, ഒരു ചായ എടുക്കടി. നല്ല ടയർഡായി, ഓഫീസിൽ നല്ല പണിയായിരുന്നു. ചായക്ക് അവിടെ അടുക്കള ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് കുടിക്കണം. ഇന്ന് നിനക്ക് എന്ത് പറ്റി? ഞാൻ രാവിലെ 11 മണിക്ക് ഗ്രോസറീസിന്റെ ഒരു ലിസ്റ്റ് നിന്റെ ഫോണിലോട്ട് ഇട്ടിരുന്നില്ലേ? നീ ആ മെസ്സേജ് കാണുകയും ചെയ്തു, എന്നിട്ട് റിപ്ലൈയും തന്നില്ല. എന്റെ പൊന്നു മാളു, ഞാൻ ഒരു മീറ്റിംഗിന്റെ ഇടയിലായി പോയി, വിട്ടുപോയി. ആ അതെ, വിട്ടുപോകും. നിനക്ക് എന്നെക്കാളും വലുതേ ആ മീറ്റിംഗാ. ഒരു ഓക്കെ അടിക്കാൻ ഒരു 2 സെക്കൻഡ് മതിയല്ലോ, അതുപോലെ നിനക്കില്ല. അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ എന്റെ അമ്മ പറഞ്ഞത് അല്ല മാളു. മതി, നിനക്ക് ഓഫീസിൽ എല്ലായിടത്തും കൊഞ്ചി കുഴഞ്ഞ് സംസാരിക്കാനൊക്കെ സമയമുണ്ട്. ഈ പാവം ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത പോലും നിനക്കില്ല. എടി, ഞാനൊരു മനുഷ്യനല്ലേ. മീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്റെ ഇഷ്ടത്തിന് നടക്കുന്നതല്ലോ. മീറ്റിംഗ് സമയത്ത് ഫോൺ എടുക്കാൻ പറ്റില്ലെന്ന് നിനക്ക് അറിയാന്നുള്ളതല്ലേ? ഓ, അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ കൂടുതലൊന്നും ചോദിക്കൂലല്ലോ. അല്ല, ഈ മീറ്റിംഗിന്റെ നിയന്ത്രണങ്ങളൊക്കെ ഞാൻ വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും മാത്രമേ ഉള്ളൂ, അതോ ബാക്കി എല്ലാവരോടും ഇങ്ങനെ തന്നെയാണോ? നോക്കൂ മാളു, നീ എന്തിനാ ഇത്രയും ചെറിയ കാര്യത്തിന് വലിയൊരു ഇഷ്യൂ ആക്കുന്നത്? നിന്റെ ഈ ഓവർ തിങ്കിങ് എല്ലാത്തിനും കാരണം. ഞാൻ മീറ്റിംഗിൽ തിരക്കാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്ക് എന്താ അത്ര ബുദ്ധിമുട്ട്? ആ, എല്ലാം എന്റെ പ്രശ്ന, എല്ലാം എന്റെ തോന്നല. ശ്രീദേവിയോ? ഹലോ, ആരാ ശ്രീദേവി? ഏട്ടനോ? ഏട്ടൻ പുറത്തു പോയിക്കുവാ ആണോ? അപ്പോൾ ഫോൺ റൂമിലെങ്ങാനും വെച്ചിട്ട് പോയിട്ടുണ്ടാവും. ആ, വന്നിട്ട് ഞാൻ വിളിക്കാൻ പറയാം. അല്ല, എന്താ വിശേഷിച്ച്? ആ ആ ശരി, ഏട്ടൻ വന്നിട്ട് ഞാൻ വിളിക്കാൻ പറയാമേ. എല്ലാവരോടും എൻ്റെ അന്വേഷണം പറഞ്ഞേക്ക്. ആ ശരി ശ്രീദേവി. ഫുഡ് എടുത്ത് വെച്ചോ മാളു? ഞാൻ എപ്പോഴും വിളിച്ചിട്ടോ. ശ്രീയേട്ടാ ഒന്ന് നിന്നേ. ശ്രീയേട്ടാ, ഏട്ടൻ്റെ പുന്നാര അനിയത്തിക്ക് പൈസ എല്ലാം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞു. ഓഹോ, എത്ര രൂപയാ? 30,000 രൂപ. 30,000 രൂപയോ? ആരോട് വെച്ചിട്ടാ ഈ തീരുമാനം എടുത്തേ? ഞാൻ ആരോട് ചോദിക്കും? ആരോടെന്നോ? ഭാര്യ എന്നോട്. എടി, അതിനാ പൈസ. മതി, നിർത്ത്. ഞാൻ എല്ലാം അറിഞ്ഞു. അവൾ എന്നെ വിളിച്ചിരുന്നു. അവൾ ചോദിച്ച ഉടനെ നിങ്ങൾ പൈസ കൊടുക്കാൻ നിൽക്കുവാണല്ലേ? ഒരു വാക്ക് എന്നോട്. പോട്ടെ, അല്ല നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും പൈസ എവിടുന്ന് വന്നു? ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി 2 ആഴ്ച മുന്നേ 2 ലക്ഷം രൂപ ചോദിച്ചപ്പോ നിങ്ങളുടെ പൈസ കണ്ടിട്ടേ ഇല്ലാത്ത പോലെ ആയിരുന്നല്ലോ പെരുമാറ്റം. ഇപ്പൊ പുന്നാര അനിയത്ത് ചോദിച്ചപ്പോ പൈസയൊക്കെ പെട്ടെന്ന് വന്നല്ലേ? എടാ, നീ എന്തായി പറയുന്നത്? ഈ 2 ലക്ഷം രൂപയ്ക്ക് എത്രയും പെട്ടെന്ന് ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാ? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ വണ്ടി പണയം വെച്ച പൈസ തരാന്ന്? അപ്പൊ നീയല്ലേ വേണ്ടെന്ന് പറഞ്ഞു. ഓ, മതി, നിർത്ത്. അത്ര വലിയ സഹായ മനസ്കാരൊന്നും കാണിക്കണ്ട. ഞാനൊരു അധികപ്പെട്ടാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാം. അല്ലെങ്കിൽ ശ്രീയേട്ടൻ എനിക്ക് എന്ത് വില തന്നേക്കുന്നേ? പേരിനൊരു ഭാര്യ അല്ലേ? കരഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒന്ന് പറയണേ. എന്റെ പൊന്നു മാളു, നിന്റെ അടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, ഈ കാളെ പറ്റുമെന്ന് കേൾക്കുമ്പോഴേ കയറടക്കം നിന്റെ സ്വഭാവം നിർത്തണോ? നിനക്ക് ഓർമ്മയുണ്ട് 5 മാസം മുമ്പ് നീ വീണ് ഡിസ്ക് കംപ്ലൈന്റ് ഹോസ്പിറ്റലിൽ കിടന്നപ്പം നീ കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ അവളുടെ കുറച്ച് പൈസ മേടിച്ചത്. അവൾക്ക് എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസയുടെ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചത്. അവളെ കടം മേടിച്ച പൈസ പിന്നെ തിരിച്ചു കൊടുക്കണ്ടേ? അവക്ക് കൊടുക്കണ്ടേ? ഓ, അപ്പൊ എന്നെ കുരങ്ങ് കളിപ്പിക്കായിരുന്നല്ലേ ഇത്ര നേരം? ഇതൊന്ന് വാദം പറഞ്ഞാൽ എന്തായിരുന്നു? കടം മേടിച്ചു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. ഇനി എങ്ങനെയാന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്ക്. എന്റെ വിധി. സുബിനെ, നീ ഇപ്പൊ നാട്ടിൽ എത്തി? ഒരാഴ്ചയാണ്. നേരിട്ട് വരാമെന്ന് കയറി അതിനെ വിളിക്കാതിരുന്നത്. നിനക്കത് മനസ്സിലായല്ലേ? എന്റെ കോളേജ് ഫ്രണ്ടാ, പണ്ട് ഒരു പോലീസ് കേസിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന. ഓർമ്മയുണ്ട്. മെയ് 21-നാണ് കല്യാണം. ആരുടെ കല്യാണം? എന്റെ അനിയത്തിയുടെ. 2 പേരും ഉറപ്പായിട്ടും എത്തണം. ഓ, സിസ്റ്റർ അഡ്വക്കേറ്റ് ആണല്ലേ? ആ അതെ, ആ അഡ്വക്കേറ്റിന്റെ ഹസ്ബൻഡ് ആകേണ്ടവനായിരുന്നു ഇവൻ. ജസ്റ്റ് മിസ്സിന് ആളുകളുടെ തലയിലായി. പോടാ അവിടെ ചുമ്മാ. അപ്പൊ ആ കഥ ഇവൻ പറഞ്ഞിട്ടില്ലല്ലേ? എന്റെ പെങ്ങള് ഇവന്റെ വലിയ ഫാനായിരുന്നു. ഇവനും ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് ജോലി കിട്ടിയിട്ട് ഇവനെ കെട്ടിച്ചു കൊടുക്കാന്നൊക്കെ ഞാൻ പറഞ്ഞതാ. അപ്പൊ അവൾ LLB ആണ്, അവളുടെ ഭാവി നോക്കണം എന്നൊക്കെ ഓരോ ഉടായ്പ പറഞ്ഞ് അവങ്ങ് സ്കിപ്പ് അടിച്ചു. അല്ലെങ്കിൽ വരന്റെ സ്ഥാനത്ത് ശരിക്കും ഇവന്റെ പേര് വരാനുള്ളതാ. ശരിക്കും എന്റെ അളിയനാവേണ്ട പൊന്നളിയ
എന്നാ ശരി, കുറച്ചുകൂടെ കല്യാണമൊക്കെ വിളിക്കാം. എന്തായാലും നിനക്ക് നല്ലൊരു ഭാര്യയെ തന്നെ കിട്ടിയില്ലല്ലേ. ശരി, ഇപ്പൊ രണ്ടുപേരും കൂടെ അങ്ങ് എത്തണം. ശരി. എന്ത് കല്യാണം കഴിക്കായിരുന്നു അത്? വക്കീലിന്റെ ഭർത്താവായിരുന്നല്ലോ. എന്തോ? ഈ കല്യാണത്തിന് നമ്മൾ രണ്ടുപേരും പോകുന്നില്ല. അങ്ങനെ ഇപ്പൊ ആ വക്കീലമ്മേനെ കണ്ട് നീ പരിചയം ഒന്നും പുതുക്കണ്ട. ഫോണല്ലേ അടിക്കുന്നത്, നീ ഒന്ന് എടുക്കടേ. എനിക്കൊന്നും വയ്യ, നിങ്ങളുടെ അമ്മയാ. ഹലോ അമ്മ. ഹലോ, നീ അപ്പൊ അമ്മയാണെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം എടുക്കാത്തതാണോ? അതെ, നിങ്ങളുടെ ഫോണിൽ വിളിക്കുന്നത് നിങ്ങളോട് സംസാരിക്കാനല്ലേ. എന്നോട് സംസാരിക്കണമെങ്കിൽ എന്റെ ഫോണിൽ വിളിക്കട്ടെ, ഞാൻ അപ്പം എടുത്ത് സംസാരിക്കാം. ഫോണൊന്നും എടുത്തൂടെ? ഇവിടെ എന്റെ ഫോണും നിന്റെ ഫോണും ഒരു വേർതിരിവ് എന്തിനാ? അങ്ങനെ ഒരു വേർതിരിവില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് എന്നെ വിളിച്ചാൽ പോരെ. എന്തിനാണ് നിങ്ങളുടെ ഫോൺ വിളിക്കുന്നത്? ഹലോ, ആ അമ്മ. ആ ഞാൻ കഴിച്ചു. അമ്മ ഫുഡൊക്കെ കഴിച്ചോ? ആ ഏട്ടൻ കുളിക്കുമായിരുന്നു. ആ ഇപ്പൊ വന്നു. ശരി അമ്മ, ഞാൻ കൊടുക്കാം. നേട്ടാ. ഹലോ ഹലോ അമ്മ. അല്ല, ഞാൻ കുളിക്കായിരുന്നു. അമ്മ കഴിച്ചോ? ഇല്ല, ഞാൻ എന്താ കഴിച്ചില്ല, കഴിക്കാൻ പോയാ. ഞാൻ കഴിച്ചിട്ട് വിളിച്ചോ ആദ്യം? ആ ശരി. കണ്ടോ, ഇപ്പൊ എന്നെ വിളിച്ചു, ഞാൻ സംസാരിച്ചു. ഇത്ര എനിക്ക് വേണ്ടിയിരുന്നുള്ളൂ. മനസ്സിലായോ മിസ്റ്റർ ശ്രീകാന്ത്? ദൈവമേ. എടാ, നാളെ സുബിൻ്റെ സിസ്റ്ററുടെ മാരേജ്, പോണ്ടേ നമുക്ക്? നാളെ മാളുവിനും കുട്ടിയില്ലേ വരുന്നേ, നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ. എടാ, അവള് നാളെ കാണത്തില്ല, അവള് കുറച്ച് തിരക്കാണ്. ഞാൻ എന്തായാലും വരും, നമുക്ക് നാളെ കാണാം. മാളു, മാളു, മാളു. എന്നാ ശ്രീയേട്ടാ? എടി, അമ്മ വിളിച്ചത്. നാളെ ഞാൻ അവിടെ വരെ പോകും. പിന്നെ ഏട്ടാ, അഞ്ചു മണിയായി. ഈ ശ്രീയേട്ട എവിടെ പോയി കിടക്കുക? കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുക. ഹലോ അമ്മ. മോളെ, ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മോന്റെ ഫോണൊന്നും കൊടുത്തേ. അല്ലമ്മ, ഏട്ടൻ എന്താ അവനവിടെ ഇല്ലേ? നിങ്ങളെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ? രണ്ടുപേരും കൂടെ ഒന്ന് വീട്ടിലോട്ട് ഇറങ്ങും. വരാമ. എന്നാ ഞാൻ വെക്കട്ടെ. ശരി. അമ്മയടുത്ത് പോകുന്നു പറഞ്ഞിട്ട് നീരജനൊരു ആയിട്ട് നോക്കാം. അപ്പോൾ എന്നെ പറ്റിച്ചിട്ട് കല്യാണത്തിന് പോയതാണ്. നീ ഡോറും പൂട്ടിട്ട് എവിടെ പോയി കിടക്കുകയായിരുന്നു? ഞാൻ എത്ര നേരമായെന്ന് അറിയുമോ വന്നിട്ട്? ഇന്നിനിപ്പോ എന്താണോ എന്തോ. നീ കഴിക്കാൻ വല്ലതും എടുത്തു? എനിക്ക് നന്നായിട്ട് വിശക്കും. എന്താ കല്യാണത്തിനോട്ട് അവിടെ നിന്നൊന്നും കഴിക്കാൻ കിട്ടിയില്ലേ? ഞാൻ എന്നാ ഒന്ന് പോയി കുളിച്ചിട്ട് വരാം. അല്ല, ഇതെന്താ ബാഗ് സാധനങ്ങളൊക്കെ ആയിട്ട്? നമ്മൾ എങ്ങോട്ട് പോവാ? നമ്മളല്ല, ഞാൻ. എനിക്ക് മതിയായി. ഞാൻ ഇവിടുന്ന് പോയി തരാം. നീ നിന്റെ ഇഷ്ടത്തിന് ഇവിടെ ജീവിച്ചോ. എന്താ മാളു ഇന്നത്തെ പുതിയ പ്രശ്നം? പ്രശ്നം നീ കള്ളത്തരം കാണിക്കണത് പറയണത് ഒന്നും ഒരു പ്രശ്നമല്ല. ഞാൻ അത് ചോദിക്കുമ്പോൾ ഞാൻ പ്രശ്നക്കാരി. എപ്പോഴും ഞാനാണ് പ്രശ്നക്കാരി. അതെ, നീ തന്നെയാണ്. നീ ഒറ്റ ഒരുത്തെയാണ് എന്നെ ഈ അവസ്ഥ കൊണ്ട് എത്തിച്ചത്. ഞാൻ എന്ത് ചെയ്താലും നിനക്ക് പ്രശ്നം മാത്രമേ ഉള്ളൂ. മനുഷ്യനോട് ഭ്രാന്ത് പിടിക്കുന്നു.
എടി കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലം എന്ന് ശരിയാവും, നാളെ ശരിയാവും. എനിക്ക് ഇപ്പൊ മനസ്സിലായി നീ ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല. എടി ഞാൻ എന്ത് ചെയ്താൽ നിനക്ക് പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു നല്ല കാര്യം നീ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ചെറിയ പിള്ളേരെ വരെ ചിരിച്ച് കളയുന്ന കാര്യത്തിന് പറഞ്ഞു വലിയ കാര്യമാക്കാനുള്ള കഴിവ് നടക്കണം. അതിനെ ഒരു ആനക്കാര്യമാക്കും നീ. പക്ഷെ സത്യത്തിൽ അതൊന്ന് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആക്കാൻ ഇന്നവരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? എടി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വരെ ഞാൻ നിന്റെ അടുത്ത് ഒന്നും മറച്ചു വെച്ചിട്ടില്ല. പക്ഷെ ഞാൻ എല്ലാം ഓപ്പൺ ആയിട്ട് പറയുമ്പോഴും നീ ഏതെങ്കിലും ഒരു കാര്യം നോർമലായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടോ? ഇന്നേ വരെ നീ ഓവർ തിങ്ക് ചെയ്ത് കോളാക്കിയിട്ടേ ഉള്ളൂ. എടി നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായോണ്ടോ നീ ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾ പലതും ഞാൻ എൻജോയ് ചെയ്യുന്നത്, പലതും ഞാൻ കണ്ടില്ലെന്ന് വെക്കുന്നത്. പക്ഷെ ഇനി അതിന് അർത്ഥമില്ല. പിന്നെ ഞാനൊന്ന് പോയത് നീ എൻ്റെ അടുത്ത് പോണ്ടാന്ന് പറഞ്ഞ കല്യാണത്തിന് തന്നെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ നിനക്ക് ഇറങ്ങിപ്പോ. അല്ലെങ്കിൽ നീ സ്ഥിരം ചെയ്യുന്ന പോലെ ഫാനിൽ കയറുണ്ടെങ്കിൽ അതും ചെയ്യാം. നീ എന്തായാലും ചെയ്യും. ചെറിയ കാര്യങ്ങൾ പോലും ഓവർ തിങ്ക് ചെയ്ത് പെരുപ്പിച്ച് കാണുന്നത് കൊണ്ടാണ് അതിമനോഹരമായി മുന്നോട്ടു പോകേണ്ട പല ബന്ധങ്ങളും തകരുന്നത്. വിവാഹം എന്നത് 2 ജീവിതങ്ങളുടെ ഒത്തുചേരൽ എന്നതിലുപരി തികച്ചും വ്യത്യസ്തമായ 2 മാനസികാവസ്ഥകളുടെ കൂടിച്ചേരൽ കൂടിയാണ്. പങ്കാളികളിൽ ഒരാൾ അമിതമായി ചിന്തിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ബന്ധങ്ങളിൽ സമാധാനം ഉണ്ടാകേണ്ട നിമിഷങ്ങൾ പലപ്പോഴും അനാവശ്യമായ കലഹങ്ങൾക്ക് കാരണമായേക്കാം. ഓരോ വാക്കിനും കോപം ചേർക്കുമ്പോൾ ബന്ധങ്ങൾ അകന്നുപോകും. ചിലപ്പോഴൊക്കെ ഒന്ന് മനസ്സിലാക്കാനും പഠിച്ചാൽ മതി.